ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേരുസെറ്റിക്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർമി റിക്രൂട്ട്മെൻറ്റ് റാലിയെക്കുറിച്ചാണ്. ഇപ്പോൾ കേരളത്തിലുള്ളവർക്ക് ഏകദേശം കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, വയനാട് ആൻഡ് യൂണിയൻ ടെറിട്ടറിയായ മാഹിയിലുള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുന്ന, റാലിയിൽ ഉൾപ്പെടാൻ കഴിയുന്ന ഒരു വിജ്ഞാപനം വന്നിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ സൈനിക ജോലി, ആർമി ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റാലി നടക്കുന്നത് 28/8/2019 മുതൽ 8/9/2019 വരെയാണ്. ഇപ്പോൾ റാലി നടക്കുന്നത് തൃശ്ശൂർ മണ്ണുത്തിയിൽ വെച്ചാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും അപ്ലൈ ചെയ്യാൻ 4/7/2019 മുതൽ 18/8/2019 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക, എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടതെന്ന് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇതിൽ പല കാറ്റഗറിയിലായിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സോൾജിയർ ജനറൽ ഡ്യൂട്ടി എന്ന് പറയുന്ന കാറ്റഗറിയിൽ 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുന്നത് 1 ഒക്ടോബർ 1998 1 ഏപ്രിൽ 2002 ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. വയസ്സിൻ്റെ അളവുകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. നോക്കുക, ഹൈറ്റ് ആണെങ്കിൽ 160 മിനിമം ഹൈറ്റ് 166 സെൻറ്റിമീറ്ററും വെയിറ്റ് മിനിമം 50 kg. അതുപോലെ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ 77 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കണം. പ്ലസ് 5 സെൻറ്റിമീറ്റർ വികസിപ്പിക്കാനും കഴിഞ്ഞിരിക്കണം. ഇതിലേക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് യോഗ്യതയാണ്. അതിൽ മൊത്തം മാർക്ക് 45% മാർക്കും ഓരോ വിഷയത്തിലും 33% മാർക്കും നിങ്ങൾ നേടിയിരിക്കണം. എന്നാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അടുത്ത് നോക്കാം. സോൾജിയർ ടെക്നിക്കൽ എന്ന തസ്തികയിലേക്ക് 17 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 1 ഒക്ടോബർ 1996 1 ഏപ്രിൽ 2002 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. 165 സെൻറ്റിമീറ്ററാണ് ഇതിലേക്ക് വേണ്ട ഹൈറ്റ്. 50 കിലോയാണ് ഇതിലേക്ക് വേണ്ട വെയിറ്റ്. 77 സെൻറ്റിമീറ്റർ പ്ലസ് 5 സെൻറ്റിമീറ്റർ വികസിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ +2 ആണ്. ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ സയൻസ് വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആൻഡ് ഇംഗ്ലീഷ് വിത്ത് 50% അഗ്രിഗേറ്റ് മാർക്കും ആൻഡ് 40% ഈച്ച് സബ്ജക്റ്റും. ഓരോ സബ്ജക്റ്റിൽ നിന്ന് 40% മാർക്കും മൊത്തത്തിൽ 50% മാർക്കുള്ള സയൻസ് വിഭാഗത്തിലെടുത്ത ഫിസിക്സും കെമിസ്ട്രി, മാത്സ് ആൻഡ് ഇംഗ്ലീഷ് പഠിച്ച ആളുകൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയും. പിന്നെ വരുന്നത് സോൾജിയർ നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, AMC നഴ്സിംഗ് അസിസ്റ്റൻറ്റ് വരുന്നത് 17 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 1 ഒക്ടോബർ 1996 1 ഏപ്രിൽ 2002 ഇതിലേക്ക് വരുന്ന ഡേറ്റ് വരുന്നത്. 165 സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റും 50 കിലോ വെയിറ്റുമാണ്. 77.5 നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ വരുന്നത്. ഇതിലേക്ക് വരുന്നതും +2 ആണ് ഉണ്ടായിരിക്കുന്നത്. +2 സയൻസ് നോക്കുക വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ് വിത്ത് മിനിമം 50% മാർക്ക് അഗ്രിഗേറ്റും അതുപോലെ 40% ഈച്ച് സബ്ജക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സോൾജിയർ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ, ടെക്നിക്കൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് 17 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ് ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് പറഞ്ഞത്. 1 ഒക്ടോബർ 1996 1 ഏപ്രിൽ 2002 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 162 സെൻറ്റിമീറ്റർ ഹൈറ്റും 50 കിലോ വെയിറ്റും അതുപോലെ 77+5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം. +2 ആണ് ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ. നോക്കുക, ആർട്ട്, കൊമേഴ്സ് എനി സ്ട്രീമാണ്. ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ പാസ് ഇൻ എനി സ്ട്രീം. ആർട്ട്, കൊമേഴ്സ്, സയൻസ് വിത്ത് 60% മാർക്ക് ഇൻ അഗ്രിഗേറ്റ് ആൻഡ് 50% മാർക്ക് ഇൻ ഈച്ച് സബ്ജക്റ്റ്. സ്കോറിംഗ് 50% മാർക്ക് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മാത്സ് ആൻഡ് ഓർ അക്കൗണ്ട് ഓർ ബുക്ക് കീപ്പിംഗ് ഇൻ ക്ലാസ് 12 ഇൻ മാൻഡറ്ററി. അപ്പോൾ അതിലും വരുന്നത് 60% മൊത്തം മാർക്കും അതുപോലെ 50% മൊത്തം ഓരോ സബ്ജക്റ്റിലും വേണം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സോൾജിയർ ട്രേഡ്സ്മാൻ ഓൾ ആംസ് 10th പാസ്. 17 വയസ്സ് മുതൽ 23 വയസ്സാണ് ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ്. ഒക്ടോബർ 1996 അതുപോലെ ഏപ്രിൽ 2 ഇതിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. 166, 48, 166 സെൻറ്റിമീറ്റർ ഉയരവും 48 കിലോ വെയിറ്റും അതുപോലെ 76+5 സെൻറ്റിമീറ്റർ വികസിപ്പിക്കാനുള്ള കഴിവ് 5 സെൻറ്റിമീറ്ററും കൂടിയിട്ടുള്ള ചെസ്റ്റ് ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ഇതിലേക്ക് 10ാം ക്ലാസ് പാസ്സായാൽ മതി.
അതുപോലെ ഇതിലേക്ക് മൊത്തത്തിൽ മാർക്ക് എത്ര ശതമാനം എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ മൊത്തത്തിൽ ഓരോ വിഷയത്തിൽ നിങ്ങൾ 33% മാർക്ക് നേടിയിരിക്കണം. പിന്നെ പറഞ്ഞത് സോൾജർ ട്രേഡ്സ്മാൻ 8th പാസ്, 8ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഇതാണ്. 17 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 96 to 2002 ഇത് വരുന്ന ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞത്. അതുപോലെ 166 സെൻറ്റിമീറ്റർ ഉയരവും 48 കിലോഗ്രാം വെയിറ്റും 76+5 സെൻറ്റിമീറ്ററിൻ്റെ ചെസ്റ്റും ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് മൊത്തം മാർക്ക് പറയുന്നില്ല, പക്ഷേ ഓരോ വിഷയത്തിലും 33% മാർക്ക് നേടിയ ആളായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും വായിച്ചതിന് ശേഷം മാത്രം എന്തെല്ലാം ഡോക്യുമെൻ്റ് ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതെന്നും എല്ലാം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് വരുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. PFT റാലി സൈക്കിളുണ്ടായിരിക്കും. ഗ്രൂപ്പ് 1 1.6 കിലോമീറ്റർ റണ്ണാണ്. അപ് ടു 5 minutes 30 seconds. അതിന് 60 മാർക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബീം പുള്ളപ്സ് 10 12 മാർക്ക് 40. അപ്പോൾ ആരെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. എല്ലാം ഇതിൽ കൊടുക്കുന്നുണ്ട്. ഫിസിക്കൽ എന്തെല്ലാമാണ്, മെഡിക്കൽ ടെസ്റ്റും അതുപോലെ എന്തെല്ലാം ഡോക്യുമെൻ്റ് ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നത് 20/8/2019 അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ്സ് 20 കോപ്പീസ് ഓഫ് അൺഅറ്റസ്റ്റഡ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെവലപ്ഡ് ഓൺ ഗുഡ് ക്വാളിറ്റി ഫോട്ടോഗ്രാഫിക് പേപ്പർ ഇൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ്. നോട്ട് മോർ ദാൻ 3 months ഓൾഡ്. അപ്പോൾ 3 മാസത്തിൽ കൂടുതൽ പഴക്കമില്ലാത്ത ഫോട്ടോ ആവണം. ബാക്ക്ഗ്രൗണ്ട് വൈറ്റാണ് വേണ്ടത്. 20 കോപ്പീസാണ് വേണ്ടത്. അതുപോലെ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻ്റ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ പറഞ്ഞിട്ടുണ്ട് നാറ്റിവിറ്റി, ഡൊമിസിൽ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി ഓർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, റിലീജിയൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, അൺമാരിഡ് സർട്ടിഫിക്കറ്റ്, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ അഫിഡവിറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കൊടുക്കുന്നുണ്ട്. അത് പ്രിൻ്റ് എടുത്തിട്ട് അതേ മോഡലിൽ നിങ്ങൾ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇത് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, വയനാട് എന്നീ ജില്ലകളിലേക്ക് തീർച്ചയായും അപേക്ഷിക്കുക. അതുപോലെ മാഹിയിലുള്ളവർക്കും 28 ഓഗസ്റ്റ് മുതലാണ് 8 സെപ്റ്റംബർ വരെ ആയിരിക്കും റാലി നടക്കുന്നത്. തൃശ്ശൂർ വെച്ചാണ് റാലി നടക്കുന്നത്. 4/7/2019 മുതൽ 18/8/2019 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. അഡ്മിറ്റ് കാർഡ് ഇമെയിൽ വഴി നിങ്ങൾക്ക് 20/8 എത്തുകയും ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഇത്തരത്തിലുള്ള ആർമി ജോബൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആ ഒരു ഷെയർ കാരണം ചിലപ്പോൾ അവരുടെ സ്വപ്ന ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകൾ, ന്യൂസുകളൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യുന്നു. മറ്റൊരു വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.